പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. മരുന്ന് കച്ചവടക്കാർക്ക് ചാകരയാണ്, മഹോത്സവമാണ്. നിപ്പ ആഘോഷത്തിലൂടെ അവർ നമ്മെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ കൊട്ടുന്ന താളത്തിന് നാം എല്ലാം തുള്ളാൻ നിർബന്ധിതരാണ്. അല്ല എങ്കിൽ അതൊരു വലിയ പ്രശ്നമാക്കി അവർ നമ്മുടെ ആരോഗ്യ വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കും. ആരോഗ്യമന്ത്രിയുടെ പുറത്ത് മരണങ്ങളുടെയെല്ലാം ഉത്തരവാദിത്തം അടിച്ചേൽപ്പിക്കും. വലിയ ബഹളം അവരുണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെയൊക്കെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവർ കപ്പ എന്ന് പറയുമ്പോൾ കപ്പയെന്ന് തലയാട്ടണം, കുറേ നുണ എന്ന് പറയുമ്പോൾ ശരി തന്നെയാണ് എന്ന് തലയാട്ടണം, വാമൂടിക്കെട്ടി നടക്കാൻ പറഞ്ഞാൽ അങ്ങനെ നടക്കണം, സാനിറ്റൈസർ പുണ്യാഹത്തിൽ മുങ്ങാങ്കുളി ഇടാൻ പറഞ്ഞാൽ മുങ്ങാങ്കുളി ഇടണം, ഏതെങ്കിലുമൊക്കെ മരുന്നുകൾ തിന്നാൻ പറഞ്ഞാൽ തിന്നണം, അവർ തരുന്ന വാക്സിനുകളെല്ലാം കുത്തണം. കുറേ കഴിയുമ്പോൾ അവരും കൈമലർത്തും, കുത്തിക്കാൻ നമ്മളടുത്ത് വന്ന സർക്കാരും കൈമലർത്തും. ദുരിതം അനുഭവിക്കുന്ന നമ്മൾ ബാക്കിയാകും. ഏതായാലും ഇപ്പോൾ നിപ്പയുടെ ആഘോഷം ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാശില്ലാത്ത സർക്കാരും അതിനുവേണ്ടി കാശിറക്കിയേ മതിയാകൂ. എന്തേ അലോപ്പതിയിൽ മാത്രം നിപ്പ? എന്തുകൊണ്ടാണ് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ഇത്രയും കൊല്ലമായിട്ട് ഒരു പുതിയ രോഗത്തിരുപ്പിറവി ഉണ്ടാവാത്തത്? നേച്ചർ ലൈഫിൻ്റെ പ്രകൃതി ജീവനാലയങ്ങൾ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. 25 കൊല്ലമായി. ഇന്നേ വരെ ഒരു പകർച്ചവ്യാധിയും ഞങ്ങൾക്ക് പടർന്നിട്ടില്ല. ഒരു രോഗവും ഇതുപോലെ ബഹളമുണ്ടാക്കേണ്ട രീതിയിൽ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അലോപ്പതിയിൽ മാത്രം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുണ്ടാകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഡൗൺ ടു എർത്ത് എന്ന മാസിക പാരിസ്ഥിതികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ആരോഗ്യ വിഷയങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്ന, ഇന്ത്യയിൽ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു മാസികയാണ്. 2025 മെയ് മാസം, ആസ് ന്യൂ നിപ്പ കേസ് ഈസ് റിപ്പോർട്ടഡ് ഇൻ കേരള, റൂട്ട് ഓഫ് വൈറൽ ട്രാൻസ്മിഷൻ സ്റ്റിൽ എ മിസ്റ്ററി, ഒരു ലേഖനമുണ്ട്. കെ എ ഷാജിയാണ് ആ ലേഖനം എഴുതിയിട്ടുള്ളത്. 2018 2019 ആദ്യത്തിലും 2021 അവസാനത്തിലും 23 24 കേരളത്തിൽ നിപ്പ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കേസുകൾ ഇങ്ങനെ ഉണ്ടാകുന്നു. പക്ഷേ ഇവർ പറയുന്ന രീതിയിലുള്ള വൈറസ് അതെങ്ങനെയാണ് മനുഷ്യരിലേക്ക് പടർന്നത് എന്നുള്ളത് ഇപ്പോഴും നിഗൂഢമാണ്. വവ്വാലിൽ നിന്നാണെന്ന് അവർ പറയുന്നു. വവ്വാലുമായി ബന്ധമില്ലാത്ത ആളുകൾക്കാണ് ഇതെല്ലാം പടർന്നു പിടിക്കുന്നത്, അല്ലെങ്കിൽ തുടങ്ങുന്നത് തന്നെ. വവ്വാല് കടിച്ച് കളഞ്ഞ പഴങ്ങൾ കഴിച്ചാൽ ഉണ്ടാകാമെന്നുള്ളൊരു തിയറി, അങ്ങനെ വവ്വാല് കടിച്ച പഴങ്ങൾ കഴിച്ചിട്ടുള്ളവരല്ല ഇവരെന്നുള്ളത് വേറൊരു വസ്തുത. ഇതെല്ലാം വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ പോസിറ്റീവാകുന്നു, നെഗറ്റീവാകുന്നു, കൂടുതൽ നെഗറ്റീവാണ്. ഇപ്പോഴും പാലക്കാട് നിന്നെല്ലാം കിട്ടുന്ന റിപ്പോർട്ടുകൾ കോണ്ടാക്ട് റൂട്ട് മാപ്പ്, കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവരെ രക്തം പരിശോധിക്കുന്നു, നിരീക്ഷിക്കുന്നു, ഒരു കുഴപ്പമില്ല. ആദ്യത്തെ നിപ്പ ഭയങ്കര കുഴപ്പക്കാരൻ, കൊടുംഭീകരനായിരുന്നു. പേരാമ്പ്ര ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ആർക്കും പകർന്നില്ല, അവിടുത്തെ ഡോക്ടർക്കും പകർന്നില്ല, ചികിത്സിച്ച നഴ്സുമാർക്കും പകർന്നില്ല. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വന്നപ്പോഴും അവിടുത്തെ ഡോക്ടർക്കും നിപ്പ പ്രഖ്യാപിച്ച ഡോക്ടർക്കും കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. നിപ്പയെപ്പോഴുള്ളൊരു രോഗമാണെന്നുള്ള ഒരു സംശയമില്ലാതെ അദ്ദേഹം നേരിട്ട് തന്നെ ചികിത്സിച്ചിരുന്നു. നഴ്സുമാരും ചികിത്സിച്ചിരുന്നു, കൂട്ടിരിപ്പുകാരുണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല.
അവരെ ഈ മരിച്ചു എന്ന് പറയുന്ന സഹോദരന്മാരുടെ കൂട്ടിരുന്ന ഉമ്മയ്ക്കും കുഴപ്പമുണ്ടാക്കിയില്ല. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചതിന് ശേഷമാണ് ഛർദ്ദിക്കുന്നത് കണ്ടവർക്ക് പോലും പിടിച്ചു എന്നൊക്കെയുള്ള കഥകൾ ഇങ്ങനെ നമ്മൾ വായിക്കാൻ തുടങ്ങിയത്. രണ്ടാം പ്രാവശ്യം ഉണ്ടായപ്പോഴും കൊച്ചിയിലുണ്ടായപ്പോഴും ആ ചെറുപ്പക്കാരന് കുഴപ്പമൊന്നും പറ്റിയില്ല, രക്ഷപ്പെട്ടു. റൂട്ട് മാപ്പും ഈ പരിപാടികളെല്ലാം അവിടെയും അരങ്ങേറിയിരുന്നു. എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് കോട്ടക്കൽ ആര്യ വൈദ്യശാലയിൽ നിന്ന് ഇത്തരത്തിലുള്ള രോഗത്തിരിപ്പിറവികൾ ഉണ്ടാവാത്തത്, നേച്ചർ ലൈഫിൽ നിന്നുണ്ടാവാത്തത്? ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, പനിക്ക് ചികിത്സിച്ചോ, പനി തന്നെയാണ് ചികിത്സ. മെഡിക്കൽ ടെക്സ്റ്റുകൾ ഉദാഹരണമായി തെളിവിനായി നിരത്തി വെച്ചുകൊണ്ടാണ് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളത്. അലോപ്പതിയുടെ പനി ചികിത്സയാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഏതാണ്ട് 10-20 തരത്തിൽ പനിക്ക് അവർ പേരുകളിട്ടിട്ടുണ്ട്. എലിപ്പനി, ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി, നിപ്പപ്പനി, കൊറോണ പനി, ടൈഫോയിഡ് പനി, ന്യൂമോണിയ പനി, മലേറിയ പനി, മരുന്നുപനി, വാക്സിൻ പനി, ചിക്കൻ ഗുനിയ, റിക്കറ്റൈസിയ, പൈറക്സിയ, സെപ്റ്റിക് ഫീവർ, ഇഡിയോപ്പതിക് ഫീവർ, ഇൻഫ്ലുവൻസ, ഫ്ലൂ, അങ്ങനെ നിരവധിയായ പേരുകളിൽ പനികളെ അവർ വേർതിരിക്കുന്നുണ്ട്, വിഭജിച്ചിട്ടുണ്ട്. വൈറസ് ഉണ്ടാക്കുന്നതാണ് ചില പനികളെന്നും, അല്ല ബാക്ടീരിയകളാണ് വേറെ ചില പനികൾ ഉണ്ടാക്കുന്നതെന്നും, ഫംഗി പനി ഉണ്ടാക്കുന്നുണ്ടെന്നും, അങ്ങനെ നിരവധിയായ കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഫീവർ, പല മരുന്നുകളും പനി ഉണ്ടാക്കും, പല വാക്സിനുകളും പനിയുണ്ടാക്കും. പിന്നെ കാരണമറിയാത്ത പനിയുണ്ട്, ഇഡിയോപ്പതിക് ഫീവർ ഉണ്ട്. ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, രക്തത്തിൽ വരുന്ന തകരാറുകൾ കൊണ്ട്, ഇൻഫെക്ഷൻ കൊണ്ട് പനിയുണ്ടാകുന്നുണ്ട്. അതിനെ സെപ്റ്റിക് ഫീവർ എന്ന് പറയും. പാരസൈറ്റ്, കൊതുക് വഴി പരത്തുന്ന പനിയെ മലേറിയ പനി എന്ന് പറയും. ഇതൊന്നും കൂടാതെ ചിലതരം ക്യാൻസറുകൾക്ക് മുമ്പ് ക്യാൻസറിൻ്റെ ട്യൂമറുകളിൽ പനി വരാറുണ്ട്. വെള്ളം മര്യാദക്ക് കുടിച്ചില്ല എങ്കിൽ പനി വരാറുണ്ട്. പോഷകക്കുറവുകൾ ചില ഭാഗത്ത് ചില കാര്യങ്ങളിൽ വന്നാൽ പനി വരാം. പെട്ടെന്നുള്ള ഭയത്തിൽ നിന്ന് പനി വരാം. തീവ്ര ദുഃഖത്തിൽ നിന്ന് പനി വരാം. അമിതമായ അധ്വാനവും അമിതമായ വ്യായാമവും പനിയുണ്ടാക്കാം. ചില പ്രാണികൾ കടിച്ചാൽ റിക്കറ്റ്സിയ എന്ന് പറയുന്ന പനി അങ്ങനെ ഉണ്ടാകുന്നതാണ്. ഇതിൽ രസകരമായ ചില ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താണെങ്കിലും ആ കാരണം കൊണ്ടുണ്ടാകുന്ന പനി മാറണമെങ്കിൽ ആ കാരണത്തെ മാറ്റുകയാണ് വേണ്ടത്. ആ കാരണമില്ലാതെയാക്കണം. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ പറയും, അതുകൊണ്ടല്ലേ ഞങ്ങൾ ബാക്ടീരിയയെ കൊല്ലാൻ ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറയുന്നത്. പക്ഷെ അതൊരു വലിയ വങ്കത്തരമാണെന്നും വിഡ്ഢിത്തമാണെന്നും അത് അപകടകരമാണെന്നും ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറയുന്നു. ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കരുത്, വളരെ 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 അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂന്ന് ലോകാരോഗ്യ സംഘടന താക്കീത് നൽകുന്നു. നമ്മുടെ ആരോഗ്യ വകുപ്പും അതിപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണങ്ങൾ എന്തുകൊണ്ട്? ആ ചോദ്യം ശരീരത്തിൽ വൈറസ് കടന്ന് വൈറസിന് ജീവനുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടൊന്ന് ചോദിക്കുക. ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റില്ല. ശാസ്ത്രലോകത്ത് വലിയ വാക്ക് തർക്കങ്ങൾ നടക്കുകയാണ്. വൈറസിന് ജീവനുണ്ടെന്ന് കണക്കാക്കണം എന്ന് പറഞ്ഞുകൊണ്ടും അല്ല ജീവനില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടും തർക്കങ്ങൾ നടക്കുകയാണ് എന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് മറുപടി തരും. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് വൈറസ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പെരുകാനിടയാകുന്നത്? നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിൽ കടന്ന് നമ്മുടെ കോശത്തിൻ്റെ ജീവൻ തട്ടിയെടുത്ത് പെരുകുന്നു എന്നാണ് ഇവർ വിശദീകരിക്കുന്നത്. നമ്മുടെ കോശങ്ങൾ വൈറസ് ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ജീവനെ അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് ചത്തുപോകാൻ അത്രമാത്രം വിഡ്ഢിത്തം നിറഞ്ഞതാണോ
നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ച്, രോഗപ്രതിരോധ സന്നാഹങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവർ മാത്രമേ ബാക്ടീരിയ കയറി പനിയുണ്ടാക്കും, വൈറസ് കയറി പനിയുണ്ടാക്കുമെന്ന് വിശ്വസിക്കൂ. വാസ്തവത്തിൽ വൈറസ് ശരീരത്തിൽ കയറിയാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ ശരീരത്തിൻ്റെ പ്രതിരോധ സന്നാഹങ്ങൾ നിസ്സഹായമായി പോകുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്തുകൊണ്ടാണ് ബാക്ടീരിയകൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കയറി ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുന്നത്? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ബ്ലഡ് സ്ട്രീം, രക്തം ഇൻഫെക്ഷനിലേക്ക് എത്തിയത്? രക്തം എന്തുകൊണ്ട് മലിനീകരിക്കപ്പെട്ടു? അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ കണ്ടുപിടിച്ച് അടിസ്ഥാന കാരണങ്ങൾ മാറ്റാതെ ഇടയ്ക്കുള്ള കാരണങ്ങൾ, അണുക്കൾ, വൈറസ്, ഫംഗി, അമീബ, ഇതെല്ലാം ഇടയ്ക്കുള്ള കാരണങ്ങളാണ്. അതിനും താഴെ അടിസ്ഥാന കാരണങ്ങളുണ്ടാകും. ആ അടിസ്ഥാന കാരണങ്ങളിൽ വിഷവൽക്കരണം, കീടനാശിനികൾ. ഇവരാരും എന്താ ഈ കീടനാശിനികൾ മനുഷ്യനെ രോഗമുണ്ടാക്കുമെന്ന് പറയാത്തത്? ഒരാശുപത്രിയുടെയും രോഗകാരണങ്ങളുടെ ലിസ്റ്റിൽ ഒരു രോഗിയിലും അവർ കീടനാശിനികളുടെ സാന്നിധ്യം, കീടനാശിനികൾ കലർന്ന ഭക്ഷണം കഴിച്ചതിനെ തുടർന്നെന്ന് പറയാറില്ലല്ലോ. അന്തരീക്ഷ മലിനീകരണം രോഗമുണ്ടാക്കുമെന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങൾ ടൺ കണക്കിനുണ്ട്. പക്ഷെ ആശുപത്രിയിലെത്തുന്ന ഒരു രോഗിയും പരിസര മലിനീകരണം കൊണ്ട്, അന്തരീക്ഷ മലിനീകരണം കൊണ്ട് രോഗിയായതായിട്ട് റെക്കോർഡുകളിൽ കാണാൻ സാധിക്കില്ല. കുറ്റം മുഴുവൻ അണുക്കൾക്കാണ്. ഇനി നാം കൃത്യമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം, പനിയാണ് ശരീരത്തിൻ്റെ ചികിത്സ. ശരീരത്തിന് ന്യായമായ രീതിയിൽ പുറന്തള്ളാൻ കഴിയാത്ത അഴുക്കായാലും അന്യജീവികളായാലും അവയെ ചൂടുകൂട്ടി പ്രതിരോധത്തിലാക്കാൻ, ചൂടുകൂട്ടി അവയ്ക്ക് പുറത്തേക്ക് പോകുക, അല്ലെങ്കിൽ രൂപമാറ്റം വന്ന് ശരീരത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാനാണ് ഹൈപ്പോതലാമസിന് തലച്ചോറ് നിർദ്ദേശം കൊടുത്തിട്ട് ഹൈപ്പോതലാമസ് കോശങ്ങളിലെ മൈറ്റോകോൺട്രിയയിൽ കൂടുതൽ ഊർജമുണ്ടാക്ക്, ചൂടുണ്ടാക്ക് എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നത്. അതിനാവട്ടെ ശരീരത്തിൽ ബാക്കിയുള്ള സർപ്ലസ് എനർജി അതുകൂടെ എടുത്തിട്ടാണ് ചൂടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു ജോലികൾ ചെയ്യാതെ മറ്റു ജോലികൾക്കുള്ള ഊർജം കൂടെ ശരീരത്തിന് പനിയുണ്ടാക്കാൻ ആവശ്യമുണ്ട്. ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ദഹിപ്പിക്കാൻ ഊർജം പോകേണ്ടതുണ്ട്. ആ ഊർജം കൂടെ പനിയുടെ സമയത്ത് ഉള്ളിലുള്ള കേടുകൾ തീർക്കാൻ, അല്ലായെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പരിഹരിക്കാൻ ശരീരത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് പനി എന്നുള്ള ചികിത്സയ്ക്ക് നാം നൽകേണ്ട സഹായം ധാരാളം വെള്ളം കുടിച്ചും ഭക്ഷണമൊന്നും കഴിക്കാതെയും പൂർണ്ണ വിശ്രമമെടുത്ത് പുറത്തേക്കുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് 30 തുടങ്ങി 40% ഊർജം ആവശ്യമാണ്. ആ ഊർജം ചെലവഴിക്കാതെ ശരീരത്തിന് തന്നെ നൽകുക. ദഹനോർജം അത് 5 തുടങ്ങി 15% വരെയെല്ലാം വരാം. ആ ഊർജം കൂടെ ശരീരത്തിന് തന്നെ ഉപയോഗിക്കാൻ കൊടുക്കുക. ആന്തരികമായ പ്രവർത്തനങ്ങൾക്ക് ശരീരത്തിന് ആവശ്യമുള്ള 30% 40% ഊർജമാണ്. ആ ഊർജത്തിൻ്റെ കൂടെ കായികമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള 30 തുടങ്ങി 40% ഊർജവും ദഹനത്തിനു വേണ്ടിയുള്ള ഊർജവും എല്ലാം കൂടെ എടുത്ത് തെർമിക് എനർജിക്ക് വേണ്ടിയിട്ടുള്ള ചൂടുണ്ടാക്കാനുള്ള 8% എനർജിയും കൂട്ടി അതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി ശരീരം സ്വയരക്ഷയ്ക്കുള്ള പനിയുടെ പ്രതിരോധം തീർക്കും. അലോപ്പതിയുടെ ചികിത്സ പനി അങ്ങ് മാറ്റുക എന്നുള്ളതാണ്. പാരാസെറ്റമോൾ കൊടുക്കും. കഴിച്ചു കഴിയുമ്പോൾ ഹൈപ്പോതലാമസിന് ചൂട് കൂട്ടാനുള്ള നിർദ്ദേശം കൊടുക്കാവുന്ന അവസ്ഥ അങ്ങ് മാറി ചൂട് കുറപ്പിക്കാനുള്ള നിർദ്ദേശം കൊടുക്കേണ്ടതായി വരും.
ഹൈപ്പോതലാമസിൽ പ്രഷർ ചെയ്ത് നിർബന്ധം ചെലുത്തി ചൂട് കുറയ്ക്കാനുള്ള നിർദ്ദേശമാണ് വരിക. അതോടെ പനി മാറും, പക്ഷേ രോഗി അപകടത്തിലാകും. ആരോഗ്യ അടിയന്തരാവസ്ഥ നല്ല അവസ്ഥയാണെന്നാണ് പത്രമാധ്യമങ്ങളും വിവരമുള്ളവരും ഒക്കെ പറയണത്. മറ്റേ അടിയന്തരാവസ്ഥ മോശം, ആരോഗ്യ അടിയന്തരാവസ്ഥ ഗംഭീരം. ഒരു പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ തടവിലിടാൻ, ആളുകളെ പിടിച്ചുകൊണ്ടുപോയി സർക്കാരിന് ഇഷ്ടമുള്ള സ്ഥലത്ത് താമസിപ്പിച്ച് ഇഷ്ടമുള്ള ചികിത്സ ചെയ്യാൻ, അതെല്ലാം കഴിഞ്ഞ് കുഴപ്പം വല്ലതും പറ്റിയാൽ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല എന്ന് നാണമില്ലാതെ പറയാനും മര്യാദയില്ലാതെ പറയാനും ഒക്കെ കഴിയുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ട് പരമജാഗ്രത പാലിക്കുക. നന്ദി, നമസ്കാരം.